ശരി, ടി വി പ്രസാദ്, അത് തന്നെയാണ് സാബു എം ജേക്കബും 2020 ഇന്ത്യയിൽ എത്തിയതിന് പിന്നാലെ ഇ ഡി അന്വേഷണമൊക്കെ ഏതാണ്ട് നിലച്ചമട്ടാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ പണം, നികുതി വെട്ടിച്ച പണം തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ അത് എവിടം വരെ മുന്നോട്ട് പോകുമെന്ന് കൂടി കാത്തിരുന്ന് കാണണമല്ലേ? വിനീത, ഫെമാൻ നിയമലംഘനത്തിന്റെ ഭാഗമായിട്ടാണ് ഇ ഡി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. 3 തവണയാണ് ഇതിനുവേണ്ടി നോട്ടീസ് കൊടുത്തതും. പക്ഷേ CFOയെ മാത്രം പറഞ്ഞയച്ചുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പറയുന്ന രീതിയിൽ വികസിത കേരളം എന്ന BJPയുടെ മുദ്രാവാക്യത്തിൽ ആകർഷനായ സാബു എം ജേക്കബ് നേരെ NDA പാളയത്തിലേക്ക് എത്തിയത്. NDA പാളയത്തിലെത്തിയാൽ സ്വാഭാവികമായി നമ്മൾ രാജ്യത്ത് മറ്റു കേസുകളിലെല്ലാം കാണുന്നത് പോലെ അതോടുകൂടി കേസ് പിന്നെ അന്വേഷണം അവിടെ നിൽക്കുകയാണ് പതിവ്. അത് തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ അത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്തേക്ക് നീങ്ങുമ്പോഴാണ് അതിലും വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന തെളിവുകൾ പുറത്തേക്ക് വരുന്നത്, റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഓഹരി ഉടമകളെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു കിറ്റക്സ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് പുറത്തു വരുന്നത് 6,12,00,000 രൂപയുടെ നികുതി വെട്ടിപ്പാണ്. ഇപ്പോഴും ആ പണമടക്കാൻ തയ്യാറായില്ല. ആകെ 88,000 രൂപ മാത്രമാണ് അടച്ചത്, നികുതിയായി അടച്ചത്. ഇനിയിപ്പോൾ 6,11,00,000 രൂപ ഇപ്പോൾ ഈ സമയത്തും അടയ്ക്കാനുണ്ട്. അതിൻ്റെ റവന്യൂ റിക്കവറി നടപടികളുമായി GST ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോവുകയാണ്. അതായത് ആദ്യ ദിവസത്തെ രേഖകൾ പ്രകാരം അത് ഓഹരി ഉടമകളെ പറ്റിച്ചതിൻ്റെ രേഖകളാണ് പുറത്തു വന്നതെങ്കിൽ രണ്ടാമത്തേത് 6,12,00,000 രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതിൻ്റെ GST ഓഡിറ്റ് റിപ്പോർട്ടാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. വിനീത, ശരി, അങ്ങനെ വെല്ലുവിളികൾ എല്ലാം പൊളിയുകയാണ്. സാബു എം ജേക്കബിന്റെ നിയമലംഘനത്തിന്റെ കൂടുതൽ തെളിവുകളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. രണ്ടാമത്തെ വിവരങ്ങൾ, കിറ്റക്സ് ഗാർമെന്റ്സിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയതിന്റെ രേഖകൾ. GST വകുപ്പ് തന്നെ ഓഡിറ്റ് നടത്തിയപ്പോൾ 6 കോടിയിലേറെ രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തി. ഇത് ഈടാക്കാനുള്ള തുടർ നടപടി സ്വീകരിച്ചെങ്കിലും ഇപ്പോൾ 88,000 രൂപ മാത്രമാണ് തിരിച്ചടച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ടി വി പ്രസാദും ഒപ്പം അർജുൻ മട്ടന്നൂരുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കൂടുതൽ നിയമലംഘനങ്ങൾ ഇതിന്റെ അന്വേഷണം റിപ്പോർട്ടർ തുടരുക തന്നെ ചെയ്യും.